वीणावादिनी महातपस्विनी, वो है शिव की शक्ति। ഓം ശാന്തി. ഇന്ന് നമ്മൾ കേൾക്കുന്നത് രാജയോഗി ബ്രഹ്മകുമാർ നിർവൈർ ഭായിജിയുടെ അനുഭവമാണ്. നിർവൈർ ഭായ് നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനാണല്ലോ. നേവിയിലെ ഇലക്ട്രോണിക് എഞ്ചിനീയർ ആയിരിക്കെ ബാബയെ കിട്ടി. പിന്നീട് നാവികസേനയിൽ നിന്ന് VRS എടുത്ത് സമ്പൂർണമായും ബ്രഹ്മബാബയുടെ നിർദ്ദേശപ്രകാരം യജ്ഞസേവനത്തിനായി സ്വയം സമർപ്പിക്കപ്പെട്ട ഭായ് സാബ് ഇപ്പോൾ യജ്ഞത്തിലെ ഏറ്റവും മുഖ്യ റോളിലാണ്. യജ്ഞത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. മധുബനിലെ മുഖ്യ സഹോദരനാണ്. നിർവൈർ ഭായി ബാബയുടെ മമ്മയുടെ കാലഘട്ടത്തിൽ ബോംബെയിൽ നിന്നാണ് ജ്ഞാനം കിട്ടിയത്. മമ്മയുടെ നല്ല പാലന എടുത്തിട്ടുണ്ട്. ഭായ് സാബ് മമ്മയുടെ കൂടെയുള്ള അനുഭവം പറയാണ്. വിദ്യാ വിശാരദയായ വാഗ്ദേവി മമ്മ. ബ്രഹ്മകുമാർ നിർവൈർ ഭായിജി തൻ്റെ അനുഭവങ്ങൾ അയവിറക്കിക്കൊണ്ട് പറയുകയാണ്, മമ്മ എനിക്കൊരു വരദാനം നൽകിയിരുന്നു. നല്ല ഭാഷണ കല ആരിലുണ്ടോ? പൊതുവെ ആൾക്കാർ പറയാറുണ്ട് ഇവരുടെ നാവിൽ സരസ്വതി വസിക്കുന്നു എന്ന്. അങ്ങനെ ഒരു വരദാനം മമ്മയിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പൊതുവെ ആൾക്കാർ പറയും അല്ലേ, നന്നായി സംസാരിക്കുന്നവർക്ക് ഇവരുടെ നാവിൻ തുമ്പിൽ സരസ്വതിയാണെന്ന്. പക്ഷേ ഭായ് സാബ് പറയണേ, സ്വയം സരസ്വതി ദേവി തന്നെ എനിക്ക് ഈ വരദാനം നൽകി. മുംബൈയിൽ ഒരു സർവമത സമ്മേളനം നടക്കുകയായിരുന്നു. അതിനുള്ള ക്ഷണം നമുക്കും കിട്ടി യജ്ഞത്തിലും. എനിക്കതിന് പോകാൻ ആഗ്രഹമില്ലായിരുന്നു. മമ്മ പറഞ്ഞു എന്നെ ആ പ്രോഗ്രാമിന് വിടണമെന്ന്, സർവമത സമ്മേളനം അറ്റൻഡ് ചെയ്യാൻ. ആ സമ്മേളനം മുസ്ലിം നേതാക്കളായിരുന്നു സംഘടിപ്പിച്ചത്. സർവധർമ്മ സമ്മേളനമായിരുന്നു എങ്കിലും
സംഘാടകർ മുസ്ലിം ധർമ്മത്തിലെ ആത്മാക്കളായിരുന്നു. അതുവരെ ഞാൻ വ്യക്തിഗതമായി ഈശ്വരീയ ജ്ഞാനം ഓരോരുത്തർക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചർച്ചകളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിലും സഭയിൽ പ്രഭാഷണം നടത്തിയിട്ടില്ല. എനിക്ക് ക്ഷണം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു മമ്മയോട്, ഞാൻ ഇതുവരെ പ്രഭാഷണം ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എങ്ങനെ ആ സമ്മേളനത്തിന് പോകും? രാത്രിയായപ്പോൾ ഈ ന്യൂസ് മമ്മയുടെ ചെവിയിലെത്തി. അപ്പോൾ മമ്മ പറഞ്ഞു, കുട്ടി എൻ്റെ അടുത്തേക്ക് വിടൂ, ഞാൻ പ്രഭാഷണം പഠിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ മമ്മയുടെ അടുത്ത് പോയി ഇരുന്നു. മമ്മ തൻ്റെ കരങ്ങൾ എൻ്റെ മുതുകിൽ തലോടിക്കൊണ്ട് സാവധാനം എന്നെ പ്രഭാഷണം ചെയ്യാൻ പഠിപ്പിച്ചു. സമ്മേളനത്തിലെ വിഷയമായിരുന്നു വിശ്വശാന്തി. 4 മിനിറ്റ് നേരം കൊണ്ട് മമ്മ എനിക്ക് വിശ്വശാന്തി എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണ്, വിശ്വത്തിൽ എപ്പോഴാണ് ശാന്തി ഉണ്ടായിരുന്നത്, ശാന്തിയുടെ സ്ഥാപകൻ ആരാണ്, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു 4 മിനിറ്റിൽ. അതിനുശേഷം ഞാൻ പോയി പ്രഭാഷണം നടത്തിയപ്പോൾ 40 മിനിറ്റ് നേരം പ്രഭാഷണം ചെയ്തു. ആ പ്രഭാഷണം കേട്ട് ജനങ്ങൾ ഏകാഗ്രചിത്തരായിരുന്നു. അവർക്ക് ഏറ്റവും ആകർഷണീയമായി തോന്നിയത് ആ സർവമത സമ്മേളനത്തിൽ ഭായ് സാബ് ചെയ്ത പ്രഭാഷണമാണ്. കൽപ്പവൃക്ഷത്തിൻ്റെയും ഏണിപ്പടിയുടെയും സൃഷ്ടിചക്രത്തിൻ്റെയും ചിത്രങ്ങൾ കാണിച്ച് ഞാൻ പ്രഭാഷണം ചെയ്തതിനാൽ ആ ചിത്രങ്ങളോടും അവർക്ക് വളരെയധികം താല്പര്യം വന്നു. ഇപ്രകാരം വാഗ്ദേവി സരസ്വതി മാതാവ് എന്നെ പ്രഭാഷണ കല പഠിപ്പിച്ചു. ഇതെൻ്റെ ജീവിതത്തിലേറെ വിശേഷപ്പെട്ടതും അവിസ്മരണീയവുമായ ഒരു പ്രഭാഷണമായിരുന്നു. അടുത്തത് ഭായിജി പറയണത് മമ്മയുടെ നിസ്വാർത്ഥമായ പ്രേമം. മമ്മയെ ഞാൻ ആദ്യമായി കാണുന്നത് 1959 മുംബൈയിലെ കൊളാബയ്ക്കടുത്തുള്ള വാട്ടർലൂ മാൻഷൻ പരിസരത്ത് വെച്ചായിരുന്നു. ആ സമയത്ത് ഞാൻ ജ്ഞാനത്തിൽ വന്നിട്ട് വെറും 1 മാസമേ ആയിരുന്നുള്ളൂ. മമ്മ മുംബൈയിൽ ഏകദേശം 1 മാസം താമസിച്ചിരുന്നു. ആ സമയത്ത് എനിക്ക് ഏകദേശം 20-21 വയസ്സാണ്. മമ്മയുടെ വ്യക്തിത്വം വളരെ തേജോമയവും ഒരമ്മയുടെ യഥാർത്ഥ വാത്സല്യം നിറഞ്ഞതുമായിരുന്നു. കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഞാൻ മുമ്പ് മമ്മയെ കണ്ടിട്ടുണ്ട്. ഇക്കാര്യം ഞാൻ മമ്മയോട് പറയുകയും ചെയ്തിരുന്നു. അപ്പം മമ്മ പറഞ്ഞു, ശരിയാണ്, നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് കൽപ്പം മുമ്പ്. പക്ഷെ ആ സമയം മമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഒരു ദിവസം ആഹാരം കഴിക്കുന്ന സമയത്ത് ഞാൻ മമ്മയുടെ സമീപത്തുണ്ടായിരുന്നു. കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യത്തെ ഉരുള മമ്മ എനിക്ക് തന്നു. അതിനുശേഷമാണ് മമ്മ കഴിച്ചത്. അതിനുശേഷം എനിക്കൊരു അനുഭവം ഉണ്ടായി. വളരെ കാലങ്ങൾക്ക് ശേഷം എനിക്കെൻ്റെ അമ്മയെ വീണ്ടും കിട്ടി. മമ്മ പറഞ്ഞു, അതെ, ഇത് അലൗകിക സംഗമമാണ്. മമ്മയുടെ മറ്റൊരു വിശേഷത ഭായ് സാബ് പറയണേ, ബാബയുടെ മുന്നിൽ മമ്മ സദാ വിനയാന്വിതയായിരുന്നു. വൈകുന്നേരങ്ങളിൽ മമ്മയുടെ വിശേഷമായ ക്ലാസ് 5 മണി മുതൽ 6 മണി വരെ ഉണ്ടാകുമായിരുന്നു. ഭാരതീയ നാവികസേനയിലായിരുന്നു എനിക്ക് ജോലി. അതുകൊണ്ട് ഈ വൈകുന്നേര സമയം എനിക്ക് വളരെ സൗകര്യപ്രദമായിരുന്നു.
മമ്മയുടെ ക്ലാസ് 3/4 മണിക്കൂറോ 1 മണിക്കൂറോ വരെ ഉണ്ടാകുമായിരുന്നു. ജ്ഞാനം സ്പഷ്ടമാക്കി തരാനുള്ള മമ്മയുടെ കഴിവ് വിശിഷ്ടവും സരളവുമായിരുന്നു. എൻ്റെ മനസ്സിൽ ജ്ഞാനത്തെക്കുറിച്ച് അഥവാ ധാരണകളെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചില്ല. പക്ഷേ ആശ്ചര്യം ഇതായിരുന്നു, മമ്മയുടെ വാണിയിൽ എൻ്റെ എല്ലാ സംശയങ്ങളുടെയും ചോദ്യങ്ങളുടെയും ഉത്തരം സ്വതവേ ലഭിക്കുമായിരുന്നു. ഇക്കാര്യം ഞാൻ മമ്മയോട് പറഞ്ഞു. മമ്മയ്ക്ക് എങ്ങനെ അറിയാം എൻ്റെ മനസ്സിൽ ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടെന്ന്? മമ്മ പറഞ്ഞു, എനിക്കതൊന്നും അറിയില്ല. പക്ഷേ ഞാൻ ബാബയെ ഓർമ്മിക്കാനിരിക്കും. ബാബയിൽ നിന്ന് എന്ത് പ്രേരണ ലഭിക്കുന്നോ അതിനനുസരിച്ച് കേൾപ്പിക്കുന്നു. പക്ഷേ മമ്മ ഒരിക്കൽ പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, താങ്കളുടെ മനസ്സിലെ ചോദ്യങ്ങൾ എനിക്ക് മനസ്സിലായിരുന്നു എന്നൊരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. മമ്മ സദാ ബാബയുടെ നേരെ സൂചന നൽകിയിരുന്നു. സ്വയം സദാ ബാബയുടെ വിനയാന്വിതയായ മകളുടെ രൂപത്തിൽ മമ്മ കാണപ്പെട്ടു. എനിക്ക് ബായുടെ മനസ്സിലെ ചോദ്യം ടച്ചായി, അതുകൊണ്ട് ഞാൻ ഉത്തരം പറയാണ്. ഇങ്ങനെയൊന്നും ഒരിക്കലും അമ്മ പറഞ്ഞിട്ടില്ല. ഞാൻ ബാബയുടെ ഓർമ്മയിലിരിക്കും. ബാബ എന്ത് ആജ്ഞ തരുന്നോ അത് പറയും. അത് ഏത് ആത്മാക്കൾക്ക് ടച്ചാകുന്നു അല്ലേ, അത് അവരുടെ കാര്യം. രോമരോമങ്ങളിൽ ജ്ഞാനനിർഭരവും അംഗപ്രത്യംഗം പരമാത്മാവിൻ്റെ ഓർമ്മയുമായിരുന്നു മമ്മയുടെ. മമ്മ ഏത് ടോപ്പിക് എടുത്താലും അതിൻ്റെ ആഴത്തിലേക്ക് പോകും. പ്രത്യേകിച്ചും ആ സമയത്ത് ബോംബെയിലുണ്ടായിരുന്ന സമയത്ത് മമ്മ കർമ്മത്തെപ്പറ്റി വളരെ വിസ്താരത്തിലും ആഴത്തിലും മനസ്സിലാക്കി തന്നിരുന്നു. പരമാത്മാവിൻ്റെ പരിചയത്തിൻ്റെ കാര്യത്തിലും പവിത്രതയുടെ ധാരണയുടെ കാര്യത്തിലും വളരെ ആഴത്തിൽ മനസ്സിലാക്കി തന്നു. ആഴത്തോടൊപ്പം മനസ്സിലാക്കി തരുന്നതിനുള്ള വിധി, ആഴത്തിനോടൊപ്പം മനസ്സിലാക്കി തരുന്നതിനുള്ള വിധി വളരെ സഹജവും സരളവും മനോഹരവുമായിരുന്നു. കേൾക്കുന്നവർക്ക് ധാരണ ഭാരിച്ച കാര്യമായിട്ട് കഠിനമായിട്ട് തോന്നിയിട്ടേ ഇല്ല. മമ്മ പറയുമ്പോൾ അയ്യോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യും, അല്ലെ ഇതൊന്നും നമുക്ക് പറ്റില്ല, പറ്റാത്തതാണെന്നുള്ള ഒരു ഫീലിംഗ് ആർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. യഥാർത്ഥത്തിൽ കേൾക്കുന്നവർക്ക് ഇങ്ങനെ തോന്നിയിരുന്നു, വിദ്യയുടെ ദേവി സരസ്വതിയാണിത്. സരസ്വതി മാതാവിൽ നിന്ന് കേൾക്കുന്നതിനാൽ കേൾക്കുന്നവരുടെ ജീവിതം ധാരണാസ്വരൂപമാകുന്ന ധനത്താൽ സമ്പന്നമാക്കുകയാണ്. ധാരണാസ്വരൂപം എന്ന ധനത്താൽ കേൾക്കുന്ന കുട്ടികളുടെ ജീവിതം നിറയുകയാണ്. മമ്മയുടെ ജീവിതധാരണകൾ വളരെ ഉയർന്ന നിലവാരം പുലർത്തിയിരുന്നു. ഉദാഹരണത്തിന് മമ്മ വളരെ കുറച്ചേ സംസാരിക്കുമായിരുന്നുള്ളൂ. ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ വ്യക്തിപരമായി ആരെയെങ്കിലും കാണുമ്പോൾ മാത്രമേ മമ്മ സംസാരിക്കുന്നത് കേട്ടിട്ടുള്ളൂ. പരമാത്മാവിൻ്റെ ഓർമ്മയിൽ ലൗലീനമായിരിക്കുക, ഇത് മമ്മയുടെ സ്വാഭാവികമായ ഒരു സ്ഥിതിയായിരുന്നു. മമ്മയ്ക്ക് ചുറ്റുമുണ്ടാകുന്ന പ്രകമ്പനങ്ങളാൽ സ്വയത്തിനുണ്ടാകുന്ന അനുഭൂതി വളരെ സുഖദായിയായിരുന്നു. അവരുടെ ഓരോ ശബ്ദത്തിലും ജ്ഞാനം അടങ്ങിയിരുന്നു.
നമ്മയുടെ ഒരു വാക്കിൽ ജ്ഞാനം. ദേഹമാസകല ജ്ഞാനമയമായിരുന്നു. നമ്മയുടെ അംഗങ്ങളിൽ ജ്ഞാനം നിറഞ്ഞിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മമ്മയെ കാണുമ്പോൾ തന്നെ എല്ലാവരും പരമാത്മസ്മൃതിയിൽ മുഴുകി പോകുമായിരുന്നു. അതായത് ആർക്കും തന്നെ യോഗം ചെയ്യാൻ പ്രയത്നിക്കേണ്ടി വരാറില്ലായിരുന്നു. പരമാത്മാവിൻ്റെ ഓർമ്മ മമ്മയ്ക്ക് മനസ്സിൽ വളരെ എളുപ്പത്തിൽ വന്നിരുന്നു. സഹജം, എളുപ്പം അല്ലേ, സ്വാഭാവികം. നമുക്കും ഇതൊക്കെ നമ്മളെ ചെക്ക് ചെയ്യാം. ബാബയുടെ ഓർമ്മയുടെ ക്വാളിറ്റി എന്തെൻ്റെ, ഓർമ്മയുടെ നിലവാരം. അടുത്ത പോയിന്റ് ഭായിസാബ് പറയണേ, കർമ്മബന്ധനങ്ങളിൽ നിന്നും ലൗകിക ബന്ധനങ്ങളിൽ നിന്നും മുക്തമാക്കുന്ന വരദാനി വചനങ്ങൾ. മമ്മ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടോ ഭായിസാബിനോട്, ഭായിസാബ് പറയണേ മമ്മ നൽകിയതെല്ലാം വരങ്ങളാണ്. ഇന്ത്യൻ നാവികസേനയിൽ ജോലി ചെയ്യുമ്പോൾ അവധി കിട്ടുന്ന 2 മാസം ബാബ എന്നെ സേവാർത്ഥം ജയ്പൂരിലേക്ക് അയച്ചു. ഈശ്വരീയ സേവനം എനിക്ക് വളരെയധികം ആനന്ദകരമായി അനുഭവപ്പെട്ടു. തിരിച്ച് അബുവിലെത്തി ഞാൻ മമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് മമ്മയോട് പറഞ്ഞു, മമ്മ എൻ്റെ മനസ്സ് മന്ത്രിക്കുകയാണ്, എനിക്ക് ഈശ്വരീയ സേവനത്തിൽ പൂർണ്ണമായും മുഴുകണം. അപ്പോൾ മമ്മ അത്യധിക ഉത്സാഹം വർദ്ധിപ്പിക്കുന്ന മറുപടി തന്നു. ഇത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. മനുഷ്യന് കഴിക്കാൻ എത്ര വേണം കുഞ്ഞേ? 2 ചപ്പാത്തിയും ധരിക്കാൻ 2 ജോഡി വസ്ത്രവും വേണം. ഇത് രണ്ടും കുട്ടിക്ക് യജ്ഞത്തിൽ നിന്ന് കിട്ടും. പൂർണ്ണമായും തൻ്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്യും. മമ്മയുടെ ഈ പ്രേരണാദായകമായ വാക്കുകൾ എൻ്റെ എല്ലാ ലൗകിക ബന്ധനങ്ങളെയും സ്നേഹത്തോടെ സമാപ്തമാക്കി മുക്തമാകുന്നതിൽ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. മമ്മയോടൊപ്പമുള്ള സഹവാസം, ആത്മീയ സംഭാഷണം ഇവ എൻ്റെ ജീവിതത്തിലെ അമൂല്യ നിധികളായിരുന്നു. ഈശ്വരീയ സേവനത്തിൽ പൂർണ്ണമായും സമർപ്പണമാകുന്നതിനു വേണ്ടി എനിക്ക് പ്രേരകവും സഹായകവുമായ ശക്തി മമ്മ തന്നെ ആയിരുന്നു എന്ന ശുദ്ധ അഹങ്കാരം എനിക്കുണ്ട്. ബാബ പറയില്ലേ, ശുദ്ധ അഹങ്കാരം കുഴപ്പമില്ല. ഈ പഴയ ലോകത്തിന് മമ്മയുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. ബോംബെയിൽ 2-3 പ്രാവശ്യം അമ്മ വന്നിരുന്നു. ആദ്യത്തെ ചിത്ര പ്രദർശനി 1964 തയ്യാറായി. അതിനുവേണ്ടി ആവശ്യമായ നിർദ്ദേശങ്ങൾ തരുന്നതിന് വേണ്ടി മമ്മ വന്നിരുന്നു. ആ സമയത്ത് ഒരു സംഭവം എനിക്ക് ഓർമ്മ വരികയാണ്. ഒരു ദിവസം രമേഷ് ഭായിയുടെ കാറിൽ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിൻ സീറ്റിൽ മമ്മ, യമുന ദാദി. മുൻ സീറ്റിൽ യമുന ദാദി ആയിരുന്നു മമ്മയുടെ സഹായി. മുൻ സീറ്റിൽ ഞാനും രമേഷ് ഭായി ഇരുന്നു. ഞങ്ങൾ വാട്ടർലൂൺ മനുഷ്യനിൽ നിന്ന് രമേഷ് ഭായിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ചൗപ്പാത്തി ബീച്ച് കടന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ റോജർ വെച്ചിരിക്കുന്നത് കണ്ടു. റോജർ എന്ന് പറഞ്ഞ ഒരു ഡ്രിങ്ക്സിൻ്റെ പരസ്യ ബോർഡ്. ആ റോജർ പരസ്യ ബോർഡ് ഇങ്ങനെയായിരുന്നു: ഒരു കുപ്പിയിൽ നിന്ന് പാനീയം താഴേക്ക് വീഴുന്നു.
അത് ഗ്ലാസ്സിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു കുപ്പിയിൽ നിന്ന്. പിന്നെ കുപ്പി കാലിയാകുന്നു. വീണ്ടും കുപ്പി നിറച്ച് ഗ്ലാസ്സിലേക്ക് വീഴുന്നു. ഈ ചിത്രം കണ്ടു ഞങ്ങൾ രണ്ടുപേരും. ഇലക്ട്രോണിക് പരസ്യ ബോർഡായിരുന്നു അത്. അങ്ങനെ ഒരു ജ്ഞാനയുക്ത ചിത്രം പ്രദർശനിക്ക് വേണ്ടി നമുക്കും ഉണ്ടാവണമെന്ന് ഞാനും രമേശ് ഭയ്യ അഭിപ്രായപ്പെട്ടു. ഇതേപ്പറ്റി മമ്മയോട് അഭിപ്രായം ചോദിച്ചു. മമ്മ, ആ ചിത്രത്തെപ്പറ്റി താങ്കൾക്ക് എന്താണ് അഭിപ്രായം? അപ്പോൾ മമ്മ ഞങ്ങൾക്ക് തന്ന മറുപടി കേട്ടിട്ട്, അത് ഞങ്ങളുടെ സങ്കല്പത്തിലോ സ്വപ്നത്തിലോ പോലും ഇല്ലാത്ത മറുപടിയാണ് മമ്മ തന്നത്. മമ്മ പറഞ്ഞു, മമ്മ എപ്പോൾ ക്ലാസ്സിലെത്തുന്നു അപ്പോഴേ മുന്നിലേക്ക് നോക്കാറുള്ളൂ. അല്ലാതെ മമ്മയ്ക്ക് ഈ ലോകത്തിൻ്റെ യാതൊരു അസ്തിത്വവുമില്ല. ഈ പഴയ ലോകത്തിനോടും പഴയ ഭൗതിക വസ്തുക്കളോടും മമ്മയ്ക്ക് അത്ര വൈരാഗ്യമായിരുന്നു. അടുത്ത പോയിന്റ്. ക്ഷണക്കത്തുകളുടെ അന്തിമ രൂപം മമ്മ തന്നെയാണ് തയ്യാറാക്കിയിരുന്നത്. ബാബ അക്കാലത്ത് ഉന്നതരായ അന്താരാഷ്ട്രീയ നേതാക്കൾക്കും മത നേതാക്കന്മാർക്കും സാമൂഹിക പ്രവർത്തകർക്കും ഈശ്വരീയ സന്ദേശയുക്തമായ ടെലിഗ്രാമുകൾ അയക്കാറുണ്ടായിരുന്നു. അത് നമ്മൾ ആദിദേവനിൽ കണ്ടതല്ലേ. ബാബ നിരന്തരം എല്ലാവരുടെയും സേവനത്തിൽ മുഴുകിയിരുന്നു. ബാബ വിഷയം തയ്യാറാക്കി മമ്മയെ കാണിച്ചിട്ട് അത് പരിശോധിച്ച് എന്തെങ്കിലും വ്യത്യാസങ്ങളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പറഞ്ഞിരുന്നു. ആ സമയത്ത് മമ്മ വിശ്വ കിഷോർ ഭാവുവിനോടൊപ്പം ബോംബെയിലായിരുന്നു. അതേ സമയത്ത് പോപ്പ് പോൾ 6 ഭാരതം സന്ദർശിക്കാൻ വരുന്നുണ്ട് എന്ന വാർത്ത വന്നു. അദ്ദേഹത്തിന് ഈശ്വരീയ ക്ഷണത്തിൻ്റെ ഒരു ടെലിഗ്രാം അയക്കണമായിരുന്നു ബാബയ്ക്ക്. ടെലിഗ്രാമിലേക്കുള്ള സന്ദേശം ബാബ മമ്മയുടെ അനുമതിക്കായി മുംബൈയിലേക്ക് അയച്ചു. നോക്കണം ബാബയുടെ ഭാവന. മമ്മയും ഭാവുവും രമേശ് ഭയ്യും ഞാനും ഒരുമിച്ചിരുന്ന് ആ ക്ഷണക്കത്തിന് അന്തിമ രൂപം കൊടുത്തു. ആ ദിവസം രാത്രി 12 മണിക്ക് പോപ്പിന് ടെലിഗ്രാം അയച്ചു. അതിലെ സന്ദേശം ഇപ്രകാരമായിരുന്നു: താങ്കൾക്ക് ഭാരതത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ ഭാരതം പരമപിതാവിൻ്റെ, പരമശിക്ഷകൻ്റെ, പരമമായ അധ്യാപകൻ്റെ, പരമസദ്ഗുരുവിൻ്റെ അവതാര ഭൂമിയാണ്. ഇവിടെ വന്ന് താങ്കൾക്ക് ഈശ്വരീയ സന്ദേശം സ്വീകരിച്ച് സ്വജീവിതത്തെ എത്രയും ശ്രേഷ്ഠമാക്കി മാറ്റാൻ കഴിയും. അതിലൂടെ മുക്തിയും ജീവൻമുക്തിയും പ്രാപ്തമാക്കാൻ കഴിയും. താങ്കളുടെ ഈ സേവയ്ക്ക് വേണ്ടി ബ്രഹ്മകുമാരി സഹോദരന്മാർ തയ്യാറാണ്. ഈ ടെലിഗ്രാമിൻ്റെ ഫലമായി പോപ്പിനെ കാണാൻ അനുമതി ലഭിച്ചു. ദാദി നിർമ്മൽ ശാന്താജി, ശീൽ ദാദി, രമേശ് ഭായ്, ജഗദീഷ് ഭായ് എന്നിവർ പോൾ 6 കാണാൻ പോയി. ആ സമയത്ത് അദ്ദേഹത്തോടൊപ്പമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾക്കും സൃഷ്ടിചക്രം, കൽപ്പവൃക്ഷം ത്രിമൂർത്തി എന്നീ ചിത്രങ്ങളെ വിശേഷ രൂപത്തിൽ അലങ്കരിച്ച് സമ്മാനമായി കൊടുത്തു. പോപ്പിനും പോപ്പിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക്. ആ ദിവസങ്ങളിൽ മമ്മ മുരളികൾ പരിശോധിച്ച ശേഷം പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് കത്തുകളോ ടെലിഗ്രാമുകളോ അയക്കാനുള്ള സന്ദേശങ്ങൾക്ക് അവർ തന്നെ അന്തിമ രൂപം നൽകിയിരുന്നു. അന്നത്തെ മുരളിയിലെ
ബാബ നൽകിയ വിശേഷ മഹാവാക്യങ്ങൾ വെച്ചിട്ടാണ് എല്ലാവർക്കും കത്തുകൾ അയച്ചിരുന്നത്. ഇതേപോലെയുള്ള വിശേഷ പാർട്ടായിരുന്നു മമ്മയ്ക്ക് ആ സമയത്ത്. എല്ലാവരിലും ഉത്സാഹം നിറച്ച് മനോബലം വർദ്ധിപ്പിച്ച് മുന്നേറാനുള്ള സഹായം മമ്മ ചെയ്തിരുന്നു. എല്ലാവർക്കും മുന്നോട്ട് പോകാൻ. ഒരാളോ രണ്ടാളോ മുന്നോട്ട് പോയതുകൊണ്ടാവില്ലല്ലോ. നമ്മളെല്ലാവരും റെഡിയായാലല്ലേ പുതിയ ലോകവും തയ്യാറാകുള്ളൂ. ഇനി ഭായ് സാബ് മമ്മയുടെ സംഘടനാ പാഠവത്തെക്കുറിച്ച് പറയാണ്. മമ്മയുടെ സംഘടനാ ശക്തി വളരെ ഉന്നതവും ശക്തവുമായിരുന്നു. എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള പ്രാഗൽഭ്യമുണ്ടായിരുന്നു. വ്യക്തിപരമായ ധാരണകളും ഉറച്ചതായിരുന്നു. ഉദാഹരണത്തിന് ബാബ എന്തു പറഞ്ഞോ മമ്മ അതനുസരിക്കും. അതിൽ നമ്പർ 1 ചെയ്തിരുന്നു. ഒരു മമ്മയുടെ യഥാർത്ഥ സംസ്കാരം അവരിൽ അന്തർലീനമായിരുന്നു. മമ്മയുടെ സമർപ്പണ ഭാവന മാതൃക പല സഹോദരീ സഹോദരന്മാർക്കും ആദർശനീയവും അനേകർക്ക് ജീവിത ഉദ്ധാരണത്തിനുള്ള ഉറവിടവുമായി മാറി. ഏറ്റവും വലിയ കാര്യം, എല്ലാവരെയും യജ്ഞമാതാവായി അംഗീകരിച്ചു മമ്മയെ. അതിനാൽ കാണുമ്പോൾ തന്നെ ഓരോരുത്തർക്കും സ്വാഭാവികമായി അമ്മയുടെ പ്രതീതി തോന്നിച്ചിരുന്നു. അവർ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ചോദിക്കാതെ തന്നെ മമ്മ എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിയിരുന്നു. ആർക്കും ഒരു വസ്തുവും ചോദിച്ച് വാങ്ങേണ്ട അവസരം ഉണ്ടായിരുന്നതേയില്ല. ഒരിക്കലും മമ്മയെ കണ്ടിട്ട് ആരും ചിന്തിച്ചിട്ടില്ലേ മമ്മയ്ക്ക് എത്ര വയസ്സുണ്ടാകും, ഏത് ധർമ്മത്തിലാണോ, ജാതിയിലാണോ, വർഗത്തിലാണോ, ഏതിൽ പെട്ടവരാണെങ്കിലും ഓരോരുത്തർക്കും മമ്മയെ അനുഭവം കൊടുത്തു, ഇതെൻ്റെ അമ്മയാണ്. എൻ്റെ അഭ്യുദയകാംക്ഷിയാണ് മമ്മ. ഈ അനുഭവം ഓരോരുത്തർക്കും നൽകിയിരുന്നു. ആ മഹാത്മാവിൽ അത്രത്തോളം ശക്തിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഡ്രാമ അനുസരിച്ചാണെങ്കിലും ശരി, ബാബ തന്നെ യജ്ഞമാതാവെന്നും മാതേശ്വരി എന്നും വിളിച്ച് മമ്മയാക്കി മാറ്റിയത്. അമ്മയുടെ ഓരോ മഹാനതകൾ നമ്മൾ കേൾക്കണം. ഒരു പോയിന്റും കൂടെ ഉള്ളൂ. അഹോരാത്രം തപസ്സിൽ മുഴുകുന്ന ദേവി ഗൗരിയായിരുന്നു മമ്മ. മമ്മ ആദ്യം മുതൽ അന്തിമം വരെ തൻ്റെ തപസ്സിന് ഒരു തരത്തിലുള്ള അലസതയും അനുവദിച്ചിരുന്നില്ല. ദിവസവും രാവിലെ 2-2:30 മണിക്ക് എഴുന്നേറ്റ് വിശ്വശാന്തിക്ക് വേണ്ടി ഓർമ്മയുടെ അഭ്യാസം ചെയ്തിരുന്നു. മമ്മയുടെ ഡയറിയിൽ ഓരോ വിഷയത്തെക്കുറിച്ചും വളരെ ഗഹനമായ കാര്യങ്ങൾ നോട്ട് ചെയ്തിരുന്നു. മമ്മയുടെ ഡയറി വായിക്കാനുള്ള സുവർണ അവസരം എനിക്ക് ജയ്പൂരിൽ വെച്ച് ലഭിച്ചു. ഒരു വർഷത്തോളം മമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരി മമ്മയുടെ ഡയറിയിൽ നിന്നും അവരുടെ ഡയറിയിലേക്ക് പകർത്തിയത് എനിക്ക് വായിക്കാൻ അവസരം കിട്ടി. ആ ബിന്ദുക്കൾ വായിച്ചപ്പോൾ എനിക്കിങ്ങനെ തോന്നി, മമ്മ ജ്ഞാനത്തിൻ്റെ വിചാരസാഗര മഥനം എത്രത്തോളം ചെയ്യുന്നുണ്ട്, ജ്ഞാനത്തിൻ്റെ ആഴത്തിലേക്ക് എത്രമാത്രം പോയിട്ടുണ്ടാകും, ധാരണ ചെയ്യുന്നതിനുള്ള അഭ്യാസം എത്രത്തോളം ചെയ്തിട്ടുണ്ടാവണം. വിദ്യാദേവി സരസ്വതിയുടെ വർണ്ണന കവികളും വിദ്വാൻമാരും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ വിദ്യാദേവിയുടെ രൂപവും കർത്തവ്യവും ഞാൻ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടു. മമ്മയിൽ നിന്ന് പഠിച്ചു. ആ അമ്മയുടെ കുട്ടിയായി. ഇതെൻ്റെ പരമ സൗഭാഗ്യമാണ്. ഓം ശാന്തി.